പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാർഡുമായി ബന്ധപ്പെട്ട് കൺസെഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. MVD ലീഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ആ MVD ലീഡ്സ് ആപ്പിലൂടെ നമുക്ക് കൺസെഷൻ കാർഡ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് ലഭിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് MVD ലീഡ്സ് എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓൾറെഡി ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് ഇപ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ നിന്ന് ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. സോ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഒരു പോർഷനിലേക്ക് എത്തും. സോ അവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ പേര്, അതുപോലെ തന്നെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ RTO ഏത് RTO ആണെന്ന് സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മലപ്പുറം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലപ്പുറം RTO കിട്ടും. ഓർഗനൈസേഷൻ, കോളേജ് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുക. നമ്മുടെ ബേസിക് ഡാറ്റാസ് എൻ്റർ ചെയ്തതിന് ശേഷം പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ട്രാൻസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കോളേജ് സെലക്ട് ചെയ്ത് നമ്മുടെ കോളേജിൻ്റെ പേര് മാധ്യമ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻ്റ് എന്ന് കാണും. സബ്മിറ്റ് കൊടുക്കുക. കൺഫേം എന്ന് പറയുന്നൊരു ടിക്ക് മാർക്ക് ചെയ്യാനുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇൻ്റർഫേസിന് ശേഷം താഴേക്ക് വരുന്ന സമയത്ത് അപ്ലൈ ഫോർ കൺസെഷൻ കാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺസെഷൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഡാറ്റാസ് എൻ്റർ ചെയ്യാനുള്ള ഒരു പോർട്ടലിലേക്കാണ് പോകുന്നത്. തുടർന്ന് വരുന്ന പോർട്ടലിൽ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൽ കമ്പൽസറി ആയിട്ടും ചെയ്യണം, നിർബന്ധമായിട്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. സോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷം കോൺടാക്റ്റ് നമ്പർ ചോദിക്കും. കോൺടാക്റ്റ് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഗാർഡിയൻ്റെ പേര്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10th സർട്ടിഫിക്കറ്റിലോ അതുപോലെ തന്നെ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. അതിനുശേഷം സെലക്ട് RTO സെലക്ട് ചെയ്യാനുണ്ടായിരിക്കും. സോ മലപ്പുറം എന്ന് പറയുന്ന നമ്മുടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ RTO മലപ്പുറം, ഏത് RTOയുടെ കീഴിലാണെന്ന് നമ്മുടെ കോളേജ് മലപ്പുറം RTOയുടെ കീഴിലായത് കാരണം മലപ്പുറം സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കോളേജിൻ്റെ പേര് മാധ്യമ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിസ്റ്റിൽ നിന്ന് കോളേജിൻ്റെ പേര് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ കോഴ്സാണ്. സോ കോഴ്സ് എൻ്റർ ചെയ്യുക. ഡിപ്ലോമ ഇൻ സ്പെസിഫൈഡ് ബ്രാഞ്ച്, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ചോദിക്കുന്നുണ്ടായിരിക്കും. ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷം. കൺസെഷൻ റൂട്ടാണ് നെക്സ്റ്റിൽ ചോദിക്കുന്നത്. സോ നമുക്ക് എവിടെ വരെയാണ് യാത്ര ചെയ്യേണ്ടത്. തിരൂർ ടു ആലത്തൂർ പടിയാണെങ്കിൽ നമുക്ക് എവിടെ വരെയാണ് കൺസെഷൻ വേണ്ടത് അവിടേക്കുള്ള കിലോമീറ്റർ, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസെഷൻ കാർഡ് അപ്ലൈ ആവും. അപ്ലൈ ആയിട്ട് അതിനുശേഷം അതിൽ പ്രോപ്പറായിട്ട് സ്ഥാപനത്തിൽ നിന്നും അതുപോലെ തന്നെ MVDയുടെ അപ്രൂവൽ ലഭിക്കുന്ന പക്ഷം നിങ്ങൾക്ക് കൺസെഷൻ കാർഡ് ഈ ആപ്പിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.